നാടകക്കാരിയെ കെട്ടിയെന്നോ കൂടെ പാർപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്ന കേട്ടു. ഞാനും കേട്ടു. അവൻ അവളുടെ വീട്ടിലാണ് അത്ര താമസം. ഇടയ്ക്ക് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വരുന്നെന്ന് മാത്രം. ഇത് അനാശാസ്യത്തിൽപ്പെടുകയല്ലേ? പറഞ്ഞതുപോലെ നേരെയാണല്ലോ. അപ്പഴേ ഇത് അനാശാസ്യത്തിൽപ്പെടുവോ? ഞാൻ കുളിച്ചതോ? അല്ലെന്നേ, മാളവന്മാരുടെ മോനില്ലേ പ്രസാദ്, അവൻ ഏതോ നാടകക്കാരിയും കൊണ്ട് നടക്കുകയാണെന്ന്. ആ, ഇത് അനാശാസ്യത്തിൽപ്പെടും. ഞാൻ പറഞ്ഞില്ലയോ? അല്ല, ഇങ്ങനെ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നത് അനാശാസ്യത്തിൽപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാതിനല്ല, സത്യമാ. ഇനി അവൻ അങ്ങനെ ചെയ്താൽ തന്നെ മാധവൻ നായരെന്ത് പഴിച്ചു? ഇങ്ങനെയുള്ളവന്മാരോ അവന്മാരുടെ ബന്ധുക്കളോ ഈ കോളനി കിടന്ന് വിലസാൻ ഞാൻ സമ്മതിക്കുകയല്ല. ഇതൊക്കെ വെറുതെ മുട്ടാപ്പോക്കിന് പറയുന്നല്ലാതെ വേറൊരു കാര്യമില്ല. വെറുതെ എല്ലാം കൂടി വിളമ്പ്. കാര്യമുണ്ടോ ഇല്ലയോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ സമയം കൊണ്ട് 2 മാങ്ങയും കൂടെ പുളി തിന്നൂടെ എന്റെ കിക്കിലി? നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കാവോ? അല്ലെങ്കിൽ പിന്നെ വേറെ എന്താ എനിക്കിവിടെ ജോലി? ഒരു പോലി. വേറൊരു ന്യൂസ് ഉണ്ട്. അതെന്നതാടി? ആ ഗീതപ്പെണ്ണിന് നമ്മുടെ ചിന്നത്തമ്പിയുടെ മേത്തൊരു കണ്ണുണ്ട്. എനിക്കും അതിലൊരു സംശയമുണ്ട്. ഗോതമ്പ് പൊടിപ്പിക്കാൻ മില്ലിലെത്തിയാൽ അവളൊരു നോട്ടവും സിംഗാരവും. അയ്യോ, പറ്റില്ല. എന്താ പറ്റില്ലാന്ന്? എന്തോ പറ്റില്ലെന്ന്? ഗോതമ്പ് ഇവിടെ പൊടിപ്പിക്കാൻ പറ്റില്ലാന്ന്. അതെന്താ ഗോതമ്പ് ഇവിടെ പഠിപ്പിക്കാൻ പറ്റാത്തെ? കൊച്ചമ്മയുടെ ഓർഡറാ. ഓ, ഇയാളോ അല്ലേ കൊച്ചമ്മ? ഇയാൾക്ക് എന്തിന്റെ സൂക്കടാ? വിടോ. എന്ത് പൊടിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്തോ കുന്തം. ഇപ്പൊ കാണിച്ചു തരാം. എന്തായി കാണിക്കുന്നത്? എന്താ പൊടിപ്പിക്കാൻ പറ്റാത്തതിന്റെ കാരണം അറിയണല്ലോ. അതൊക്കെ അങ്ങ് കൊച്ചമ്മയടുത്ത് പോയി ചോദിക്കണം. ഞാൻ പണിക്കാരനാ. അയ്യടാ, കഴുതെ പോലെ പണിയെടുത്താൽ മാത്രം പോരാ, കാരണം എന്താ ഇയാളും കൂടെ അറിയണ്ടേ? എനിക്കറിയേണ്ട കാര്യമില്ല. ആൾക്കാർ പൊടിപ്പിക്കാൻ ക്യൂ നിൽക്കുക. അങ്ങോട്ട് പോയേ. ഇനെ വെറുതെ പുറക്കുണ്ടാക്കാൻ നിൽക്കരുത്. എനിക്ക് ദേഷ്യം വരും. അയ്യോ, ഇയാൾക്ക് ദേഷ്യം വന്ന് ഇവിടെ ഒലക്കിയ. എനിക്ക് പൊടിപ്പിക്കാൻ പാടില്ലെങ്കിൽ ആരും പൊടിപ്പിക്കണ്ട. ഞാൻ മാറിയില്ല, ഇയാളെ മൂക്കി കെട്ടും. നമുക്ക് വേഗം പൊടിപ്പിക്കാം. ഇതെന്താ വെള്ളരിക്ക പട്ടണോ? ഇയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇയാളെ കൊച്ചമ്മ വിളിച്ചോണ്ട് എനിക്ക് ചോദിക്കണം. അങ്ങനെ മര്യാദയ്ക്ക് കൂട്ടുകാരെ വിളിച്ചോണ്ട് പോ. എടാ പാണ്ടി, ഇയാൾ ഇവിടെ പൊടിപ്പിച്ചില്ലെങ്കിലേ ഞങ്ങളുടെ പുട്ട് വേറെ അതൊന്നും എന്റെ കൊച്ചമ്മ എടുത്ത് പറഞ്ഞേക്ക്. എടാ, മോളുട്ടി കേറ്. എത്ര നേരമായിട്ട് മുത്തശ്ശൻ കാത്തു നിൽക്കുന്നറിയോ? എന്താ മോളെ? നാളെ എനിക്ക് 10 രൂപ വേണം. അയ്യോ, 10 രൂപയോ? എന്തിനാ? മദറിന്റെ ഫെസ്റ്റിന് കൊടുക്കാനാ. അപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നോ? അത് ഡാൻസ് ടീച്ചറിന് കൊടുക്കാനല്ലേ? ആണുങ്ങൾ ആരും ഇല്ലാത്തപ്പോ വീട്ടുമുറ്റത്ത് വന്നിങ്ങനെ അനാവശ്യം പറയുന്നത് ശരിയല്ല കൊച്ചമ്മേ. അയ്യണ, ഞാൻ എന്നാ പറഞ്ഞെന്നാ? വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുടെ ഗുണവധികാരം കൊണ്ടാ ആണുങ്ങൾ ആരും വീട്ടിൽ ഇരിക്കാത്തത്. സഹിക്കുന്നതിന് ഒരു അതിരുണ്ടോ കേട്ടോ. അത് തന്നെ ഞാനും പറയുന്നത്. അനാശാസ പ്രവർത്തനം നടത്തുന്നവരെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല. എന്റെ പൊന്നു മോനച്ചൻ ചേട്ടാ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ ശിക്ഷിക്കണേ? വേണ്ട വേണ്ട, മോനച്ചൻ ചേട്ടനെ അങ്ങനെ പൊന്നൊന്നും ആക്കണ്ട. വെറുതെ ബഹളം ഉണ്ടാക്കാതെ. നിങ്ങളൊന്ന് കയറി പോന്നുണ്ടോ? നിങ്ങൾ ഒരുത്തനെ ഇവർക്ക് ഇങ്ങനെ എഴുതരം കൊടുക്കുന്നത്. എന്താ പ്രശ്നം? എന്തൊക്കെയാ ഇവര് പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും തലയും തല്ലി പൊളിച്ച് പോയാ മതിയായിരുന്നു. നിങ്ങളെ ഇതെന്തിനുള്ള പുറപ്പെടാ? എന്റെ തനി സ്വഭാവം നിങ്ങൾ കണ്ടിട്ടില്ല. അതിക്രമൊന്നും കാണിക്കണ്ട. മര്യാദക്കാണെങ്കിൽ ഭൂമിയോളം നാരും മാവുന്നാര് പിന്നെ ചവിട്ടിയാണ്ടല്ലോ. ഒന്ന് അടങ്ങു മാധവ. എന്താ ഇത്? ഭർത്താവെന്നും പറഞ്ഞ് നടക്കുന്നു. നാണമില്ലുള്ളൂ എനിക്ക്. നാണിക്കാൻ വേണ്ടി എന്നാ ഇരിക്കുന്നു? അറിയാൻ എന്നാ തുണിയില്ലാ നിൽക്കുകയാണോ? നീ വീട്ടിൽ പോ. അയാളൊന്ന് ചൂടായപ്പോഴേക്ക് ഇതിയാനങ്ങ് പേടിച്ചു പോയോ? അനാശാസ പ്രവർത്തനം നടത്തുന്നവരെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി അങ്ങോട്ട് പറഞ്ഞാൽ എന്നാ ചെയ്യും? വിഴുങ്ങുവോ? ഇവിടെ മാനം മര്യാദയായിട്ട് കഴിയുന്ന കുടുംബങ്ങളുള്ളതാ. നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണം. എന്റെ മക്കൾ എന്ത് അനാശാസ പ്രവർത്തനം കാണിച്ചെന്ന് നീ പറയുന്നേ? ആരെങ്കിലും വിളിച്ച് വീട്ടിൽ കയറ്റിയോ? അതോ വളരെ മല വീശി പിടിച്ചോ? അയ്യ, ഇയാടെ മക്കള് പാവങ്ങള്. പൂച്ച പാല് കുടിക്കുന്നത് ആരും അറിയത്തില്ലെന്നാ. നിങ്ങൾ എന്തറിഞ്ഞെന്നതല്ലേ? കണ്ണി കണ്ട നാടകക്കാരികളെയും പൊറപ്പിച്ചോണ്ട് നടക്കുന്നവന്മാര് ഈ അങ്ങാടിക്കകത്ത് കയറരുത്. അയൽവക്കത്തൊക്കെ കല്യാണപ്രായമായ പെമ്പിള്ളാരുള്ളതാ. അങ്ങനെ എന്തെങ്കിലും അനാവശ്യം എന്റെ കുടുംബത്തെ ആരെങ്കിലും കാണിച്ചാ പൂമുറ്റത്ത് മാധവൻ നായർ നിങ്ങളുടെ വീട് പട്ടിയായിട്ട് വരും. എന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങി തരത്തില്ല അല്ലേ? അത് ശരി. അപ്പൊ വീട്ടിൽ നിന്ന് ഇറക്കാൻ പുതിയൊരു കാരണം ചൊറിഞ്ഞോണ്ട് വന്നിരിക്കല്ലേ? എന്നാ കേട്ടോ, ഞാൻ എനിക്ക് തോന്നുമ്പോ മാറും. നിങ്ങളോട് കേസ് കൊടുക്ക്. ഇടോ, പിടിച്ചോണ്ട് പോടോ, അല്ല വട്ടത്തെ കിക്കിലി ചിലപ്പോ ചതുരത്തിലായി പോകും. പറഞ്ഞേക്കാം. നീ ഒന്ന് പോകിക്കില്ലേ? മനുഷ്യൻ നാണം കെടുത്തല്ലേ? ഞാൻ ആരാണ് നാണം കെടുത്തിയെന്നാ? നീ ഇങ്ങോട്ട് വന്നേ.
അയാൾ പറഞ്ഞത് കേട്ടില്ലേ? കേസ് ധൈര്യമായി കൊടുക്കാൻ. ഇരിക്ക്. ഞാൻ കേസ് കൊടുക്കും. ഇയാൾ എന്താ ചെയ്യും? ഇയാളെ ഞാൻ കോടതി കേറ്റിയില്ലെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടേ ഇവരുടെ തുള്ളൽ അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് കേട്ടോ. എന്റെ ഒരാളുടെ കാര്യം മാത്രമാണെങ്കിൽ അവർ പറയുന്ന വാടകയും കൊടുത്ത് ഞാൻ ഇവിടെ തങ്ങും, അല്ലെങ്കിൽ അന്തസ്സായിട്ട് ഇറങ്ങി കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടി കൂടിയിട്ടാ ഞാൻ കിടന്നീ പൊരുതുന്നത്. അത് മനസ്സിലാക്കാത്ത കഷ്ടമാ. എന്റെ എടപ്പള്ളി പുണ്യാളച്ച, ഈ ലൂസിഫറിനെ ഒന്ന് കുടിയൊഴിപ്പിക്കാമെങ്കിൽ ഒത്ത 2 പൂവൻകോഴിയെ നിനക്ക് ഞാൻ തന്നേക്കാവേ. ഇടപ്പള്ളി പുണ്യാളച്ചനാരാ? ഇവിടുത്തെ SIയോ? നീ കൊടുക്കുന്ന കോഴികളെ മേടിച്ച് വാടകക്കാരെ ഒഴിപ്പിക്കാൻ? എന്താണ് എത്ര ചിരിക്കാൻ? പുണ്യാളച്ചനോട് കളിച്ചാലേ കളി പഠിപ്പിക്കും. എടി, അത് നേരിനെറിയുള്ള കാര്യത്തിന് അല്ലാതെ നിന്റെ ഈ അഹമ്മദിക്കൊന്നും പുണ്യാളച്ച കൂട്ട് നിൽക്കില്ല. നിങ്ങൾ നോക്കിക്കോ, ഏത് പിശാചിനെ കൂട്ടുപിടിച്ചിട്ടായാലും കിക്കിലി മനസ്സിലൊന്ന് കണ്ട അത് നടത്തിയേ അടങ്ങൂ. ഓടിക്കാനും ഒഴിപ്പിക്കാനും ആണെങ്കിൽ മനക്കത്തറയിലെ കുഞ്ഞിക്കണ്ണ മന്ത്രവാദിയാണ് നല്ലത്. പറഞ്ഞ പോലെ അത് നേരാണല്ലോ. ഉപ്പൂട്ടിലെ കാർത്തിയാനിയുടെ മേത്തൂന്ന് രാഖി രാമാനെ അറുവലെ ഒഴിപ്പിച്ച ആളാ. ഇത് ഞാൻ അറിയത്തില്ലയോ? നിന്നെ അല്ലാതെ വേറൊരു അറിവലയും എനിക്കറിയത്തില്ല. ദേ ചൊറീന വർത്താനം പറയാനുണ്ടല്ലോ. എടി, ഈ മന്ത്രവാദമൊന്നും സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ശരിയാ കൊച്ചമ്മേ, ഈ കൂടോത്രവും മന്ത്രവാദവും ചെയ്യുമ്പോ പേടിക്കണം. അറിയാതെ വല്ല മന്ത്രവും പഴച്ചാ തിരിച്ചടിക്കും, ചിലപ്പോ വാദി പ്രതിയാകും. ഓ, അത് ഞാൻ അങ്ങ് സഹിച്ചോളാം. നീ എന്നാ അയാൾ ഇങ്ങോട്ട് വരാൻ പറ. ഒന്നോട് ആലോചിച്ചിട്ട് പോരെ? പറയുന്നത് കേട്ടാ മതി. അല്ലേലും പറയാത്തത് കേൾക്കാൻ പറ്റില്ലല്ലോ. എത്രയായി? 10. എന്തൊക്കെയുണ്ട് കൊച്ചമ്മ വിശേഷങ്ങള്? ഓ, ഞങ്ങൾക്ക് എന്നാ വിശേഷമാ? ഞാൻ അല്പം തിരക്കിലായിപ്പോയി, അതാ. കുട്ടി, പ്രിയമോട് അച്ഛൻ വരുന്നു. അമ്മേ, ദേ അച്ഛൻ വന്നു. അമ്മേ, അച്ഛൻ വന്നു. അച്ഛാ, ആരാ അത്? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? കാത്തിരിക്കുക അവള്. എന്ത് പണിയാ മോനെ നീ കാണിച്ചത്? ഷൂട്ടിങ്ങിന്റെ തിരക്കല്ലേ അമ്മേ. സിനിമാ നടന്മാരാകുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് വീട്ടിലൊക്കെ വരാൻ പറ്റുമോ? അല്ലേ ഏട്ടാ? നിന്റെ ഈ സമയം സന്ദർഭം നോക്കാതെയുള്ള തമാശ ഉണ്ടല്ലോ, അത് വേണ്ട. ഒന്നുമില്ല. എന്താ അച്ഛാ സഞ്ജീവി? അത് സോപ്പാ മോളെ. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ അകത്ത് പോ. കഷ്ടം. സോറി മോളെ. പിന്നെ ഇതിന്റെ സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഞാൻ സോറി പറഞ്ഞല്ലോ. ഞാൻ തനിക്ക് കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത കളറാ. എന്തെങ്കിലും ഒന്ന് മിണ്ടടോ. മാച്ച് ചെയ്യിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. താൻ എന്തൊക്കെയായി പറയണേ? ഒന്നും പറയണില്ല. തൊണ്ടേ പഴുത്ത വിഴുങ്ങാന്നല്ലാതെ എന്താ ചെയ്യും? ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ പറ, ഇന്ന് തന്നെ വേണ്ടെന്ന് വയ്ക്കാം. ഇഷ്ടമല്ലെന്ന് ആര് പറഞ്ഞു? നാടകത്തിലോ സിനിമയിലോ എന്തിനു വേണേലും അഭിനയിച്ചോളും. ജീവിതത്തിൽ അഭിനയിക്കാതിരുന്നാ മതി. അയ്യോ, എനിക്കൊന്നും മനസ്സിലാവണില്ല. വേണ്ട പ്രസാദേട്ട, ഞാൻ അത്രയ്ക്ക് മണ്ടിയൊന്നുമല്ല. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ മാറി തന്നേക്കാം. അയ്യേ, താൻ എന്തൊക്കെയാ ധരിച്ചു വെച്ചേക്കണേ? ആരെങ്കിലും എന്തെങ്കിലും പറയണായിട്ട്? ആരും പറയണ്ട. ഒരാളുടെ പെരുമാറ്റം കണ്ട മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ഇന്നും ഇന്നിനെ കാണാൻ തുടങ്ങിയതല്ലോ. താൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, സത്യം. എന്നോട് പിണങ്ങരുത് പ്ലീസ്. കരയില്ലേ അമ്മേ? മോള് വിഷമിക്കും. താൻ കണ്ണുടച്ചേ. ചെന്ന് നന്നായിട്ടൊരു ചായ എടുത്തുണ്ടോ. ചെല്ലടോ. ഇതുവരെ കാറ് പോകത്തുള്ളൂ. ഞാൻ കൊച്ചമ്മയോട് എന്ന് പറയട്ടെ. വരൂ. എന്താ TV സീരിയലിന് കഥ എഴുതാൻ വന്ന ആളാ. സ്ഥലം ഇഷ്ടപ്പെട്ട ഇവിടെ വെച്ച് തന്നെ ഷൂട്ടിംഗ് നടത്തും. അതെയോ?
എങ്ങനെയുണ്ട് സ്ഥലം? ലൊക്കേഷൻ നന്നായിരിക്കുന്നു, ആ. പക്ഷെ അയൽവാസികൾ അത്ര സുഖമല്ല. അയ്യോ, എല്ലാവരും വെറും പാവങ്ങളാ. ആഹാ. സാറിന് താമസിക്കാനുള്ള മുറിയാണ്. Yes. വരൂ. അതെ പേരെന്നാ പറഞ്ഞേ? ഉത്തമൻ. ഉത്തമൻ. ഞാനോ ഉത്തമ സാറേ, പരിചയമില്ലാത്തവർക്ക് ഞാൻ വീട് കൊടുക്കാറില്ല. പിന്നെ TV സിനിമാക്കാരനായതുകൊണ്ട് പിന്നെ ഞാനും പ്രത്യേകം പറഞ്ഞിരുന്നു. ആഹാ. അതിന്റെ അതെ ഈ സീരിയൽ ഞങ്ങളെ കൂടെ കൊള്ളിക്കാൻ പറ്റുമോ? കൊള്ളുവോന്നറിയില്ല, നോക്കാം. അയ്യോ അയ്യേ, മുറി നോക്കാം. ആ. അതിനുള്ളിൽ കൊള്ളിക്കും. മുകളിലാണ് മുറി. നിങ്ങൾ കയറി കണ്ടേച്ചു വാ. കൊച്ചമ്മ വരുന്നില്ലേ? എനിക്ക് ഏണി കയറാൻ വയ്യ. എന്നാ ബാ. ഞാനിവിടുന്ന് പോയി ചേർത്തെ കൊച്ചമ്മേ. നീ എങ്ങോട്ടാ? എനിക്കേണി കയറാൻ കൊച്ചമ്മേ. പാടി ഇവിടെ ഇവിടെ വരാൻ. വന്ന് ദാ ഇതാ. ആ. എങ്ങനെയുണ്ട് എന്ത് ലൊക്കേഷൻ? ലൊക്കേഷൻ ഫിക്സ്. കഥ, സംഭാഷണം, പാട്ട്, ക്യാമറ, അഭിനയം എല്ലാം പുള്ളി ഒറ്റയ്ക്ക. അവസാനം കാണാനും പുള്ളി തന്നെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുമോ? ഗൾഫിൽ നല്ല ഒന്നാം തരം ജോലിയുള്ള ഒരുത്തിനാ. ലീവിന് വന്നപ്പോ തോന്നിയ കിറുക്ക. കയ്യിൽ 10 കാശ് വന്നു കഴിയുമ്പോഴേ ചിലർക്ക് അങ്ങനെയാ. അതേന്ന്. അച്ഛാ ഒന്ന് മാധവേട്ടന്റെ മോനല്ലേ? അതെ, ഇളയ പുത്രന. എന്തേ? എനിക്കൊരു ജോലിയുടെ കാര്യം ശരിയായിട്ടുണ്ട്. എവിടെയാ? ചങ്ങനാശ്ശേരിയില്ല, കൊള്ളാവുന്നൊരു പോസ്റ്റാ. ആ, എന്നും വീട്ടിൽ നിന്ന് പോകാൻ പറ്റൂടാ? ആഴ്ചയിൽ ഒരിക്കലേ വരാൻ പറ്റൂ. ഉം. പിന്നെ വേറൊരു കുഴപ്പമുണ്ട്. അതെന്താ? ചെറിയൊരു സെക്യൂരിറ്റി കെട്ടേണ്ടി വരും. ചെറുതെന്ന് പറഞ്ഞ ഒരു 2000 2000? 10ഉം 10,000 കൊടുക്കാൻ ആളുണ്ട്. ഇത് പിന്നെ എന്റെ ഫ്രണ്ടിന്റെ പപ്പ റെക്കമെൻഡ് ചെയ്തോണ്ടാ. 2000 എന്ന് പറയുമ്പോ എന്ന് കൊടുക്കണം? ഇന്ന് കൊടുത്താൽ നാളെ കയറാം. ഒരു 10-500 ഒക്കെ ആണെങ്കിൽ ആ ഒറ്റ വഴിയേ ഉള്ളൂ. അമ്മ വിചാരിക്കണം. ശരി, നീ വാ.